കേരള ക്ഷേത്രകലാ അക്കാദമി പുരസ്കാരങ്ങൾ മന്ത്രി OR കേളു സമ്മാനിച്ചു. 2022 കേരള ക്ഷേത്രകലാ അക്കാദമി പുരസ്കാരങ്ങൾ എരിപുരം മാടായി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു സമ്മാനിച്ചു. ക്ഷേത്രവും ക്ഷേത്രകലകളും കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലം കൂടിയാണെന്ന് മന്ത്രി പറഞ്ഞു. കലാകാരന്മാരും കവികളും സാഹിത്യകാരന്മാരും കൂടിച്ചേർന്നാണ് ഇന്നത്തെ കേരളം രൂപപ്പെടുത്തിയതെന്നും മന്ത്രി പറഞ്ഞു. ക്ഷേത്രവും ക്ഷേത്രകലകളും നമ്മുടെ കേരളത്തിന്റെ ഒരു സാംസ്കാരിക മണ്ഡലം കൂടിയാണ് എന്നതാണ് നമ്മൾ പൊതുവെ വീക്ഷിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം. അപ്പം കലകളെ പ്രോത്സാഹിപ്പിക്കാൻ എന്ന് പറയുന്നത് വളരെ 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 പ്രിയപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ ഇന്നത്തെ കേരളം രൂപപ്പെട്ടിട്ടുള്ളത് ചരിത്രപരമായി ചിത്രചേച്ചി പോലെയുള്ള കലാകാരന്മാരും സാഹിത്യകാരന്മാരും എഴുത്തുകാരും കവികളും എല്ലാവരും കൂടി ചേർത്തിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവരും കൂടി സംഭാവന നൽകിയിട്ടുള്ള ഒരു മഹത്തായ ഒരു സ്റ്റേറ്റാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. ഒട്ടനവധി പൂർവികരായിട്ടുള്ള കലാകാരന്മാരൊക്കെ തന്നെ നമുക്ക് കടന്നു പോയിട്ടുണ്ട്. അവരൊക്കെ വലിയ വലിയ ഒരു സംഭാവന തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്തിന് ലഭ്യമാക്കിയിട്ടുള്ളത്. ശില്പവും ഫലകവും അടങ്ങുന്ന ക്ഷേത്രകലാശ്രീ പുരസ്കാരം പ്രശസ്ത ഗായിക KS ചിത്ര മന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങി. ക്ഷേത്രകലാ ഫെലോഷിപ്പ് നർത്തകനും ഗവേഷകനുമായ ഡോക്ടർ RLV രാമകൃഷ്ണന് സമ്മാനിച്ചു. ക്ഷേത്രകലാ അക്കാദമിയുടെ 2022 ക്ഷേത്രകലാശ്രീ പുരസ്കാരത്തിന് തെരഞ്ഞെടുക്കാൻ ആദ്യം അതുകൊണ്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ആകെ 36 പുരസ്കാരങ്ങളാണ് സമ്മാനിച്ചത്. ചടങ്ങിൽ M. വിജിൽ MLA അധ്യക്ഷനായി. ക്ഷേത്രകലകൾ അന്യം നിന്നു പോകാതിരിക്കാൻ പുതിയ തലമുറയ്ക്ക് പരിശീലനം നൽകാനുള്ള ക്ഷേത്രകലാ അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും വിശിഷ്ടാതിഥിയായ KS ചിത്ര പറഞ്ഞു. തന്റെ സ്വരമധുരയിലൂടെ അവർ ആസ്വാദകരുടെ മനം കവർന്നു. ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ആമുഖ ഭാഷണം നടത്തി. അക്കാദമി സെക്രട്ടറി കൃഷ്ണൻ നടുവിലത്ത് അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തി. മുൻ MLA TV രാജേഷ്, ചിറക്കൽ കോവിലകം ട്രസ്റ്റി CK രാമവർമ്മ വലിയരാജ, ഡോക്ടർ RLV രാമകൃഷ്ണൻ, സംഘാടക സമിതി വൈസ് ചെയർമാൻ V. വിനോദ് എന്നിവർ സംസാരിച്ചു. ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ഗോവിന്ദൻ, ചെറുതാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും M. ശ്രീധരൻ, മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായ്ക്കാരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷിജു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PP മുഹമ്മദ് റഫീഖ്, ഗ്രാമപഞ്ചായത്ത് അംഗം ജസീർ അഹമ്മദ്, ബോർഡംഗങ്ങളായ മധുസൂദനൻ, ജനാർദ്ദനൻ, ബിജു, കേരള ഫോക്ലോർ അക്കാദമി സെക്രട്ടറി അജയ് കുമാർ, ബൈജു, ഉണ്ണികൃഷ്ണൻ, വേണു, സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. വേദിയിൽ മട്ടന്നൂർ ശ്രീജിത്തിന്റെ സോപാന സംഗീതവും ചെറുതാഴം ചന്ദ്രനും സംഘവും അവതരിപ്പിച്ച പഞ്ചവാദ്യം, കലാമണ്ഡലം കനകകുമാറിന്റെ ചാക്യാർകൂത്ത്, കലാമണ്ഡലം മഹേന്ദ്രന്റെ ഓട്ടൻതുള്ളൽ, ക്ഷേത്രകലാ അക്കാദമി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച മോഹിനിയാട്ടം, ലളിത യക്ഷ ടീം ബാലകൃഷ്ണ യൽക്കാന അവതരിപ്പിച്ച യക്ഷഗാനം, കീഴിലും ഉണ്ണികൃഷ്ണനും സംഘവും അവതരിപ്പിച്ച മുടിയേറ്റ് എന്നിവ അരങ്ങേറി. രാവിലെ മുതൽ ക്ഷേത്രകലാ അക്കാദമിയിൽ നിന്ന് പരിശീലനം ലഭിച്ച കുട്ടികളുടെ ചുമർചിത്ര പ്രദർശനവും ഉണ്ടായിരുന്നു.